ആത്മീകതയ്ക്കെല്ലാം, എല്ലാ ആത്മീകതയ്ക്കും അല്ലെങ്കിൽ ആത്മീക പ്രവർത്തനങ്ങൾക്ക്, ആത്മീക യോഗത്തിന് നമ്മൾ ആത്മീകമായിട്ട് എന്ത് ചെയ്യാൻ ദൈവം ആവശ്യപ്പെട്ടാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും അതിന് കാണുന്നൊരു വശമുണ്ട്, കാണാത്ത ഒരു വശമുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടിയൊന്നറിയല്ല. സ്തോത്രം. നമ്മൾ ഇന്ന് സഭായോഗത്തിൽ ഇവിടെ ആയിരിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ചേതനമായ നിലവാരത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയപ്പെടുന്ന രീതിയിൽ കാണുന്നൊരു വശമുണ്ട്. സ്തോത്രം. ഞാനിവിടെ നിൽക്കുന്നത്, കർത്തൃദാസൻ ഇത്രയും നേരം പറഞ്ഞത്, ഇതെല്ലാം നമ്മുടെ കാതിനും കണ്ണിനുമൊക്കെ വിധേയപ്പെടുന്നതാണ്. സ്തോത്രം. എന്നാൽ ആത്മീക യോഗത്തിന് കാണാത്തൊരു വശമുണ്ട്. ഇവിടെ നമ്മൾ സ്തോത്രം പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, കർത്താവ് പറയുന്ന എന്ത് കാര്യം ചെയ്താലും അതിനകത്ത് നമ്മളത് ചെയ്യുമ്പോൾ കാണാത്ത ഒരു തലമുണ്ട്. അവിടെയാണ് ദൈവത്തിൻ്റെ വിടുതലിരിക്കുന്നത്. സ്തോത്രം. മറ്റൊരു യോഗത്തിനും മറ്റൊരു കമ്മ്യൂണിറ്റിക്കും ഒരുപക്ഷെ ഈ പറയുന്നത് ഇല്ലായിരിക്കാം. ഇപ്പോൾ രാഷ്ട്രീയ യോഗം നടക്കുകയെന്നിരിക്കട്ടെ, നാട്ടിലാണെന്ന് വിചാരിച്ചു. സ്തോത്രം. 1000 പേര് പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ സ്റ്റേഡിയത്തിലോ ഗ്രൗണ്ടിലോ ഹാളിലോ ഒന്നിച്ചുകൂടി അവരൊരുമിച്ച് ഒരു സമ്മേളനം 2-3 മണിക്കൂർ കൂടിയാൽ, സ്തോത്രം, ആ പറയുന്നതും ആ കേൾക്കുന്നതൊക്കെയാണ്. അതിന് പുറകിൽ മറ്റൊന്നുമില്ല. സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി വരുന്ന സമയത്ത് ഈ യോഗത്തിൻ്റെ പുറകിൽ നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ അതിന് ഒരുപാട് തെളിവുകളുണ്ട്, ഒത്തിരി തെളിവുകളുണ്ട്. എല്ലാ തെളിവും കൂടി പറയാൻ എനിക്കൊരു സന്ദേശം എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് എല്ലാ തെളിവിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു തെളിവ് ഞാൻ പറയാം. സ്തോത്രം. ഒരു തെളിവ് പറയാം. ലൂക്കോസ് കർത്താവിൻ്റെ ദാസൻ വായിച്ച 10-ാമത്തെ അധ്യായത്തിലാണ്. 10-ാമത്തെ അധ്യായത്തിനകത്താണ് കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ മധ്യത്തിൽ പെട്ടെന്ന്, സ്തോത്രം, ഒരു മുന്നറിയിപ്പില്ലാതെ, മുൻകാല പ്ലാനുകളില്ലാതെ, കർത്താവിന് അതിന് അധികാരമുണ്ട്, ആരോടും ചോദിക്കാതെ, ആരോടും അനുവാദമില്ലാതെ കർത്താവിന് ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാനും പ്രായോഗികമാക്കുവാനും ഇന്ന് പകൽക്കാലം ഈ സന്ധ്യയിലും ദൈവത്തിന് അധികാരമുണ്ട്. സ്തോത്രം. യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ കാലയളവിൽ 70 പേരെ തെരഞ്ഞെടുത്തതിനെക്കുറിച്ച് നമ്മൾ ലൂക്കോസ് 10-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 70 പേരെ തെരഞ്ഞെടുത്തു. ഡീരണ്ടായി 35 ടീമുകളായി തിരിച്ചിട്ട് കർത്താവിന് പോകാനിരിക്കുന്ന പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും യേശു ഓരോ ടീമിനെ അയച്ചു. അങ്ങനെ 35 ടീമുകൾ കർത്താവ് പറഞ്ഞയക്കുകയാണ്. പോകാൻ നേരത്ത് കർത്താവിനോട് പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന്. സ്തോത്രം. ആ വാക്കൊക്കെ ഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് കർത്താവിനോടുള്ള വലിയ ബന്ധവും സ്നേഹവും വർദ്ധിക്കുന്നതാണ്. അതിന് കാരണം കർത്താവ് ഇവരെ കുഞ്ഞാടുകളായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവരെ ചെന്നായ്ക്കട നടുവിലേക്ക് അയക്കുന്നു. സ്തോത്രം. യേശുവിനല്ലാതെ തൻ്റെ ആടുകളെ ചെന്നായ്ക്കട നടുവിലേക്ക് അയക്കാൻ ലോകത്തിൽ ഒരിടയിനും ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ കർത്താവിൻ്റെ പ്രത്യേകത, കർത്താവ് തൻ്റെ കുഞ്ഞാടുകളെ ചെന്നായ്ക്കട നടുവിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞാണ് വിട്ടത്. ആ ആളുകൾ പോയിട്ട് തിരിച്ചു വരുന്നത് 17-ാമത്തെ വാക്യത്തിനകത്താണ്. 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, ചെന്നായ്ക്കട നടുവിലേക്ക് പോയ കുഞ്ഞാടുകളാണ് ഇവർ. ചെന്നായിക്കൂട്ടത്തിലേക്ക് പോയിട്ട് ഇവർ മടങ്ങി വന്നത് കരഞ്ഞോണ്ടല്ല, മുറിവേറ്റല്ല, സന്തോഷത്തോടെയാണ്. അതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: ഏത് പോരാട്ടത്തിലേക്ക് കർത്താവ് അയച്ചാലും അയക്കുന്നത് കർത്താവാണെങ്കിൽ മുറിവേക്കാതെ മടങ്ങി വരാനുള്ള കഴിവ് കർത്താവിൻ്റെ വാക്കിനകത്തുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ചോര ഒലിപ്പിക്കാതെ, അസ്ഥി ഒടിയാതെ, മുറിവേൽക്കാതെ, കരയാതെ, സന്തോഷത്തോടെ അവർ 70 പേര് മടങ്ങി വന്നു. ഒരാളെപ്പോലും ചെന്നായി പിടിച്ചില്ല, ഒരാളെപ്പോലും ഇല്ലാതാക്കിയില്ല. ഇന്ന് പകലിൽ ഈ ഭാഗം ഞാൻ ഇവിടെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത് പറയാം: എണ്ണത്തിൽ കുറയ്ക്കാൻ ശത്രു എത്ര നോക്കിയാലും അയച്ചത് യേശു ആണെങ്കിൽ ഒരെണ്ണത്തെ പോലും തൊടാതിരിക്കാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ശക്തമായി വ്യാപരിപ്പാനിടയാകട്ടെ. അതല്ല ഞാൻ പറയാൻ വന്നത്. സ്തോത്രം. പറയാൻ വന്നത് ആത്മീയതയ്ക്കെല്ലാം കാണാത്തൊരു വശമുണ്ടെന്നാണ്. 70 പേര് മടങ്ങി വന്നിട്ട് അവര് യേശുവിനോട് പറയുകയാണ്: കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങി. അവരത് ആശ്ചര്യപ്പെട്ട പറയുന്നത്.
ഒരു യാത്ര പോയിട്ട് മടങ്ങി വരുമ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഒരാഴ്ച ഈ രാജ്യത്തായിരുന്നു. തിരിച്ചു ചെല്ലുമ്പോൾ ഞങ്ങളുടെ പിള്ളേർ ചോദിക്കുമ്പോൾ എന്തോ ഒരാഴ്ചത്തെ മുഴുവൻ കാര്യങ്ങൾ ഒരാഴ്ച ഇരുന്ന് പറഞ്ഞാലേ തീരുള്ളൂ. പക്ഷേ എല്ലാ യാത്രയ്ക്കും എല്ലാ സംഭവത്തിനും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാണും. ഇവിടെ യാത്രയ്ക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷെ ഇവര് ഉയർത്തി പറഞ്ഞത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായ യേശുവിനോട് പറഞ്ഞത് വേണമെങ്കിൽ പറയായിരുന്നു. 70 പേര് സുവിശേഷ വേലയ്ക്കൊക്കെ ടീമായിട്ട് വലിയ ഓണവാര സമയത്തൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, ഒരു പകൽക്കാലം സഭയോട് ബന്ധപ്പെട്ട് 10 വീടുകളിൽ കയറുമ്പോൾ 10 അനുഭവമാണ്. ചില ആളുകൾ തിരസ്കരിക്കും, ഇവിടെ ഒന്നും വേണ്ട, ഇങ്ങോട്ട് വരണ്ട, കൊല്ലക്കുടലിൽ സൂചി വയ്ക്കാൻ വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇറക്കി വിടും ചില ആളുകൾ. ചിലപ്പോൾ ദൈവദാസന്മാരെന്ന് കണ്ടുകൊണ്ട് സ്തോത്രം അവർ വീട്ടിൽ വിളിച്ചു കയറ്റാം. ചിലപ്പോൾ ചായ തരാം, ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം, ചിലപ്പോൾ പണമെടുത്ത് കയ്യിൽ തരാം. ഇതൊക്കെ സുവിശേഷം പറയാൻ പോകുന്നവരുടെ അനുഭവമാണ്. സ്തോത്രം. ഇവർക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ ഉയർത്തി പറഞ്ഞത് അവരെ കൈക്കൊണ്ടതോ സ്വീകരിച്ചതോ ചായ കൊടുത്തതോ ഒന്നുമല്ല. അവർ പറഞ്ഞത്, കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അതിനർത്ഥം അവരെ ആശ്ചര്യപ്പെടുത്തിയത് ആളുകൾ സ്വീകരിച്ചതല്ല, ആളുകൾ തിരസ്കരിച്ചതല്ല. മനുഷ്യ ചരിത്രത്തിൽ അന്ന് വരെ സംഭവിക്കാത്തതൊന്ന് അവരിലൂടെ സംഭവിച്ചു. എന്താ സ്തോത്രം? അതിനു മുമ്പ് പഴയ നിയമകാലത്ത് ഭൂതങ്ങളും ഒക്കെ ആളുകളെ ബാധിച്ചിരുന്നു. പക്ഷേ ഔപചാരികമായി ഭൂതങ്ങൾ മനുഷ്യന് കീഴടങ്ങിയ ഒരു വാക്ക് പഴയ നിയമത്തിലെങ്ങും കാണാനില്ല. സ്തോത്രം. ശൗലിന് ഭൂതം ഉണ്ടായിരുന്നു, ദുരാത്മാവ് ഉണ്ടായിരുന്നു. ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ഒന്ന് ഒതുങ്ങുമായിരുന്നു, പക്ഷെ കീഴടങ്ങിയതായി കാണുന്നില്ല. എന്നാൽ 3.5 കൊല്ലം കൂടെ നടക്കാത്ത ഇപ്പോൾ വിളിച്ച് സ്തോത്രം കൊണ്ടുപോയി ഈരണ്ടായിട്ട് അയച്ച കർത്താവ് അയച്ച അവര് കടന്നു ചെന്നപ്പോൾ അശുദ്ധാത്മാക്കൾ, ഭൂതങ്ങൾ കീഴടങ്ങാൻ തുടങ്ങി. അത് മാനവ ചരിത്രത്തിന്റെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ദൈവമായ കർത്താവ് അത് തെളിയിച്ചു. അപ്പൊ അവര് വന്ന് പറഞ്ഞു, കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. സ്തോത്രം. എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്. ഭൂതങ്ങൾ കീഴടങ്ങിയോ? അത്രയൊന്നും ഞാൻ വിചാരിച്ചില്ല, അത്രയൊക്കെ ചെയ്തല്ലോ, സ്തോത്രം എന്ന് പറഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്യല്ല ചെയ്തത്. അടുത്ത വാചകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ അവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവര് കാണാത്തത് യേശു കണ്ടു എന്ന്. സ്തോത്രം. ഇവര് കണ്ടത് ഭൂതങ്ങൾ കീഴടങ്ങുന്നതാണ്. അത് നമുക്ക് ഇമാജിൻ ചെയ്യാനുള്ളതുള്ളൂ. ഒരു യോഗത്തിൽ പണ്ടൊക്കെ, ഇപ്പം അങ്ങനെയൊന്നും കാണാനില്ല, പണ്ടത്തെ യോഗത്തിലൊക്കെ വലിയ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ദുരാത്മാക്കൾ ഇളകുകയും സ്തോത്രം വലിയ ഒച്ചപ്പാടുണ്ടാക്കുകയും ചിലപ്പോൾ അശുദ്ധാത്മാക്കൾ കർത്തൃദാസന്മാരുടെ ആധികാരിക ശുശ്രൂഷയ്ക്കകത്ത് മനുഷ്യനെ വിട്ടു പോകുകയൊക്കെ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ അശുദ്ധാത്മാക്കൾ സ്തോത്ര കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അക്ഷരീകമായി അല്ലെങ്കിൽ നമുക്ക് കാണത്തക്ക രീതിയിൽ സ്തോത്രം മറ്റുള്ളവരുടെ നടുവിൽ ഒരുപക്ഷെ ഒരു ദുരാത്മാവ് ഇളകിയാൽ നമുക്ക് വേദപുസ്തകത്തിൽ തന്നെ കാണാൻ കഴിയുന്നു. അത് കാണാനും കേൾക്കാനും അറിയാനും പറ്റുന്നതാണ്. പക്ഷേ ഇവർ പോകയിൽ അശുദ്ധാത്മാക്കൾ കീഴടങ്ങി എന്നത് സത്യമായിരിക്കുമ്പോൾ തന്നെ യേശു പറയുന്നു, സ്തോത്രം, നിങ്ങൾ പോകയിൽ സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഇവർ കാണാത്തതൊന്ന് ഇവർ ഈരണ്ടായി പോയപ്പോൾ അവിടെ സംഭവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ 2 പേർ സ്തോത്രം പെട്ടെന്ന് യേശുക്രിസ്തു വിളിച്ച് ചേർത്ത് 2 പേർ കർത്താവിൻ്റെ നാമത്തിൽ കടന്നു പോകുമ്പോൾ അവർ പോകുന്ന വഴിക്ക് സാത്താൻ യേശു അയച്ച 2 പേർ പോകുമ്പോൾ അവർ ചെന്നപ്പോൾ അവിടെ യേശു പറഞ്ഞ വാക്കനുസരിച്ച് സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് താഴെ വീണെങ്കിൽ, സ്തോത്രം, ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് പാട്ട് പാടുമ്പോൾ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പാട്ടും പ്രാർത്ഥനയല്ല, ഇതിന് പുറകിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ.
ഇവിടെ വരെ വന്നത് വൃഥാവാകത്തില്ലെന്നും ഇവിടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം വായിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ, ഇവിടെ രണ്ടുപേർ കൈവക്കി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ചിലരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ഹോളിനകത്ത് കേൾക്കുന്നതിനേക്കാൾ കാണുന്നതിനേക്കാൾ അപ്പുറം ചില സ്ഥലങ്ങളിൽ ചില സംഭവങ്ങൾ ദൈവത്താൽ സംഭവിക്കുന്നുണ്ടെന്ന്. ഗ്ലോറി ബാല ശന്തരാധന ഹല്ലേലൂയ. എത്ര പേര് ദൈവസന്നിധിയിൽ നിന്ന് പകരക്കാല സഭയുടെ പിന്നാമ്പുറത്ത് ദൈവം ചിലത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. നിന്റെ കുടുംബത്തിനകത്ത് തലമുറയിൽ അപ്പൻ ഇവിടെ ആരാധിക്കുമ്പോൾ, അമ്മ ഇവിടെ ആരാധിക്കുമ്പോൾ ചില കാര്യങ്ങൾ പുറകിൽ നടക്കുമെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും വിശ്വസിച്ചാൽ ഒരു കുടുംബ പ്രാർത്ഥനയുടെ പുറകിൽ പോലും നടക്കുന്നുണ്ട്. നമ്മൾ രാത്രി വൈകുന്നേരം ജോലി കഴിഞ്ഞ് എന്ന് പിള്ളേരെ വിളിച്ചിരുത്തി ഒരു പാട്ടും പാടി ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു മതചടങ്ങാന്ന് വിചാരിക്കരുത്. ആത്മാർത്ഥമായൊരു സ്തോത്രം പറഞ്ഞാൽ, കൈകൊട്ടി പാടി ഒരു പാട്ട് പാടിയാൽ, അല്പസമയം മുഴങ്കാലമേ നിന്ന് പ്രാർത്ഥിച്ചാൽ, ആത്മാവിൽ നിറഞ്ഞൊന്ന് ആരാധിച്ചാൽ, രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, ആ കാണുന്നതിനപ്പുറം എവിടെയോ എന്താ സംഭവിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇത്രയും പോകുന്ന ദൈവമക്കള് ഇവിടെ ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ആദ്യത്തെ ദൂത്, നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ പശ്ചാത്തലങ്ങളിൽ, നിങ്ങളുടെ തലമുറകളിൽ അവരെവിടെ ആയിരിക്കുന്നു ആ മേഖലയിൽ ചിലത് സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിലും ജീവിതത്തിലും ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇടയാക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രത്തോടെ അതിന്റെ തെളിവുകൾ എത്രയോ തെളിവുകളാണെന്നറിയാം. ഒത്തിരി തെളിവുകൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഞാൻ ഈ പറയുന്നത് പോലെ നമ്മൾ ചെയ്യാൻ പറഞ്ഞത് ചെയ്യുമ്പോൾ ദൈവം ചിലത് കാണാതെ ചെയ്യും. ചെങ്കടൽ തീരത്ത് നടന്ന സംഭവം സ്തോത്രം വേദോസം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. 14-ാം അധ്യായത്തിനകത്ത് ചെങ്കടലിൻ്റെ അങ്ങേക്കരയിലാണ്. അങ്ങേക്കരയിൽ നിന്നുകൊണ്ട് അക്കരെ കയറാൻ നിവൃത്തിയില്ലാതെ വളരെ ഭാരപ്പെടുകയാണ്. ഫറവോനും സൈന്യവും അവരുടെ പുറകെ എത്തി വരുന്നു. ജനമെല്ലാം ഭയപ്പെടുന്നു, മോശയോട് പിറുപിറുക്കുന്നു. മോശയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സ്തോത്രം മോശ കരയുന്നു. അങ്ങനെ പല സംഭവങ്ങൾ അങ്ങേക്കരയിൽ നടക്കുകയാണ്. അങ്ങനെ മോശ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ദൈവം വന്നിട്ട് പറയുന്നു 14:15 പറയുന്നത് എങ്ങനെയാണ്? നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? അപ്പൊ അവിടെ മോശ എന്ത് ചെയ്യുന്നുണ്ട്? നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ നിലവിളിക്കുന്നത് കാണുന്നില്ല. 1-ാം വാക്യത്തിലും 13-ാം വാക്യത്തിലൊക്കെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്നത് മോശ സ്തോത്രം എല്ലാ വഴി അടഞ്ഞിട്ട് പെൺപിള്ളേരെ പോലെ, പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചല്ല കേട്ടോ, സ്തോത്രം, അതുപോലെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് കരയല്ല. മോശ 13-ലും 14-ലൊക്കെ എന്താ പറയുന്നത്? നിങ്ങൾ ധൈര്യമായിരിക്കുക, യഹോവ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പോവുകയാ, ഇന്ന് കണ്ട മിസ്രയീമിനെ ഒരിക്കലും കാണുകയില്ലെന്നാ മോശ പറയുന്നത്. പക്ഷെ 30 ലക്ഷം ആളുകളുടെ മുമ്പിൽ മോശ കരയുന്നില്ല. പക്ഷെ ദൈവം വന്നിട്ട് പറയുന്നത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? അപ്പൊ ഞാൻ പറയാം, ആരും കാണാതെ മോശ ഉള്ളുകൊണ്ട് കരയുന്നുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ കാര്യം നടക്കും, ഇത്രയും പേരുടെ നടുവിൽ എന്ത് മറുപടി ഉണ്ടാകും? വിളിച്ചിറക്കിക്കൊണ്ട് വന്ന ദൈവം സ്തോത്രം ലാസ്റ്റ് മൂമെന്റ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ, ഈ വിശ്വാസം പറയുമ്പോഴും, ഇന്ന് കണ്ട മിസ്രയീമിനെ ഒരിക്കലും കാണില്ല, യഹോവ യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോഴും ഈ മനുഷ്യൻ നിലവിളിക്കുന്നത് അഹരോൻ കാണുന്നില്ല, മിരിയാം കാണുന്നില്ല, പക്ഷെ ദൈവം കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്വർഗം ഇന്ന് പകൽക്കാലം ഞാൻ വായിക്കാൻ ഒരു കുറിവാക്യം കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ മുമ്പ് ദൈവം ചിലരോട് പറയുന്നു, ആരും അറിയാതെ കരയുന്ന കരച്ചില് കാണുന്നത് സ്വർഗത്തിലെ ദൈവം മാത്രമാണ്. ഇന്ന് ഇതിനകത്ത് ഏതൊരപ്പൻ, ഏതൊരമ്മ സ്തോത്ര വിശ്വാസത്തിന്റെ പുറത്ത് മറ്റുള്ളവരുടെ നടുവിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി ആത്മാവിൽ നിറഞ്ഞ് പാടുമ്പോഴും ചില വിഷയങ്ങളുടെ നടുവിൽ ഉള്ളുകൊണ്ട് കരയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ആരാധന നിന്റെ ആരാധനയാണ്. നിന്റെ ജീവിതത്തിന്റെ പുറകിൽ ചിലത് ദൈവം ചെയ്യാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്ത് കർത്താവ് ചില കാര്യങ്ങൾ അത്ഭുതമാക്കാൻ
വിശ്വസിക്കുന്നവർ ആരാധിച്ച ആത്മാവിന്റെ ബലത്തോടെ കരയുന്നവനോട് കൂടെ നിൽക്കുന്ന ദൈവം. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവം എന്നിട്ട് പറഞ്ഞു, നീ എന്നോട് കരയുന്നത് എന്ത്? ബാക്കി നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ ചുരുക്കി പറയാം. അവിടെ വടിയെടുത്ത് കടല് പിളർക്കുക, ജനത്തോട് മുന്നോട്ട് പോകാൻ പറയുക. 14-ാം അധ്യായം വായിച്ചാൽ അതൊരു എന്താ പറയുക, ഒരു ദൃക്സാക്ഷി വിവരണമാണ്. എന്ന് പറഞ്ഞാൽ ആ സംഭവം കണ്ട ഒരാൾ, ഒരു പത്ര റിപ്പോർട്ടർ, സ്തോത്രം, ഒരു അപകട സ്ഥലത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അദ്ദേഹം അവിടെ വരുമ്പോൾ ക്യാമറ കൊണ്ടോ അല്ലെങ്കിൽ സ്തോത്രം ഒരു ചാനലുകാരോ വരുമ്പോൾ അവിടെ കാണുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്തോത്രം, അവിടെ നിൽക്കുന്നവരോട്, ദൃക്സാക്ഷികളോട് ചോദിക്കുന്നു. അങ്ങനെ അതാണ് വാസ്തവത്തിൽ 14-ാം അധ്യായം. 14-ാം അധ്യായത്തിൽ ഇത്ര എഴുതിയിട്ടുള്ളൂ: മോശ കടലിന് നേരെ വടി നീട്ടി. കടലിന് നേരെ വടി നീട്ടുമ്പോൾ ദൈവം ഒരു കിഴക്കൻ കാറ്റയച്ചു. അങ്ങനെയല്ല അവിടെ താഴെ എഴുതിയിരിക്കുന്നത്. നമ്മൾ അറിയാവുന്നതാണല്ലോ എന്ന് ഓർത്തോണ്ടാണ് വായിക്കാത്തത്. അതൊക്കെ സൺഡേ സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട്. ഒരു കിഴക്കൻ കാറ്റടിച്ചു, കാറ്റ് വന്ന് കടൽ പിളർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അക്ഷരികമായി 14-ാം അധ്യായത്തിനകത്ത് അങ്ങനെയാണ്. പക്ഷേ ഈ കടലിനൊരു മറുകരയുണ്ട്. സ്തോത്രം. ഇങ്ങേക്കര നിന്നുകൊണ്ടാണ് ഈ കരച്ചിലും നിലവിളിയും ഇതെല്ലാം. 15-ാം അധ്യായം ഈ കടലിൻ്റെ അങ്ങേക്കരയിലാണ് ഇപ്പോൾ അവര്. സ്തോത്രം. അങ്ങേക്കരയിൽ നിന്നുകൊണ്ട് ആ സംഭവത്തെ ആത്മാവിൽ പാടുമ്പോൾ മോശ പറയുന്ന ചില വരികൾ 15-ാം അധ്യായത്തിലുണ്ട്. 15-ന്റെ 8 വായിച്ചു നോക്കാമോ? 15-ന്റെ 8. പുറപ്പാട്. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു, ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. ഞാൻ പിന്തുടരും. മതി. സ്തോത്രം. നിങ്ങൾ നോക്കേ, 15-ാം അധ്യായം ദൃക്സാക്ഷി വിവരണം അല്ല, കണ്ടിട്ടെഴുതുന്നതല്ല, ആത്മാവിൽ പറയുന്നതാണ്. അങ്ങനെ അറിയാം. 15-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ അറിയാം. കാരണം അവിടെ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ വായിക്കാൻ തുടങ്ങിയ വാക്ക്, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരാൽ പൂർത്തിയാക്കുമെന്ന്, ഞാൻ എൻ്റെ വാളൂരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. അപ്പോൾ ഈ 15-ാം അധ്യായത്തിനകത്ത് വന്നപ്പോൾ ഇവിടെ പറയുന്ന ശത്രു ഫറവോനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഫറവോൻ മോശയെ പറഞ്ഞയക്കുമ്പോൾ ഇത് പറഞ്ഞാണോ അയച്ചത്? ഇല്ല. ആ ഭാഗം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം. മോശ 10-ാമത്തെ ബാധ, കടിഞ്ഞൂൽ സംഹാരം നടക്കുമ്പോൾ ഫറവോൻ മോശയെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ പിന്തുടരും, പിടിക്കും, നീ എവിടെ പോയാലും നിന്നെ ശരിയാക്കുമെന്നും പറഞ്ഞല്ല വിട്ടത്. വായിച്ചിട്ടുള്ളവർക്കറിയാം. മോശയോട് പറഞ്ഞയച്ചത്, നീ നിന്റെ ജനവുമായിട്ട് നിന്റെ ദൈവത്തെ ആരാധിക്കാൻ പൊക്കോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഫറവോൻ പറഞ്ഞു. അപ്പൊ പ്രഥമ ദൃഷ്ടിയാൽ യാത്രയാക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞത്. പക്ഷെ ആത്മാവിൽ കയറിയപ്പോൾ മോശ പറയുന്നു, സ്തോത്രം, അങ്ങനെ പറഞ്ഞെങ്കിലും ശത്രു ഉള്ളുകൊണ്ട് പറഞ്ഞത് ഞാൻ വിടിയേല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പിടിക്കും, എൻ്റെ വാളൂരും, എൻ്റെ വാളാൽ നിന്നെ തീർക്കും, എൻ്റെ ആശ നിന്നിൽ നിറവേറ്റും. ഇത് മനസ്സിലാകണമെങ്കിൽ ആത്മാവിൽ കാര്യങ്ങളെ കാണണം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഈ വാക്കുകളൊക്കെ എടുത്തു തരുന്നത്, സ്തോത്രം, ശത്രുവിന്റെ ആശ നിന്നിലോ നിന്റെ കുടുംബത്തിലോ നിന്റെ സഭയിലോ നിറവേറ്റാൻ ദുഷ്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാധന ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് കർത്താവിന്റെ നാമത്തിൽ ആ ആശ നടക്കരുത്. രക്തത്താലെ ജയം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ആരോടെങ്കിലും ഇടപെടുന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവരെ നോക്കാതെ ആത്മാവിൽ പ്രതികരിച്ചോളണം. കാരണം ശത്രുവിന്റെ ആശ നടക്കാനല്ല ദൈവം നിന്നെ ചോര കൊണ്ട് വിലക്ക് വാങ്ങിയത്, പെസഹ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നിന്നെ വിലക്ക് വാങ്ങിയത്, നിന്നെ ചെങ്കടൽ കയറ്റിയത്, നിന്നെ വിടുവിച്ചത്, മോശയെ നിന്റെ അടുക്കൽ അയച്ചത് നിന്റെ കുടുംബത്തിലോ നിന്റെ തലമുറയിലോ ശത്രുവിന്റെ ആശ നടക്കാനല്ല.
കൃപാരാബാന ശബനഗടഗജനദിയാര. രക്തം 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 രക്തം. വിബാരാബാല ശംദര ജലദന. യെസ്, ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനെ 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 പരിശുദ്ധനെ. ദൈവാത്മാവ് നിങ്ങളെ ചിലരോട് പറയുന്നു, ധൈര്യപ്പെട്ടിരിക്കുക. നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത് ശത്രുവിന്റെ ഇഷ്ടം നടത്താനല്ല. നിന്നെ ഇത്രയും പഠിപ്പിച്ചത് ശത്രുവിന്റെ ഇഷ്ടം നടത്താനല്ല. നീ ഇത്രയും പരീക്ഷ എഴുതി ജയിച്ചത് ശത്രുവിന്റെ ഇഷ്ടം നടക്കാനല്ല. നിന്നിൽ ദൈവഹിതം നടക്കണം. നിന്നെ ദൈവത്തിന് മാനിക്കണം. അതിന് വിരുദ്ധമായ സകല ദുഷ്ടന്റെ ആശകളും കൃപാര ജലാധര ഹംദരാധര ഹടഗജനാധര. യെസ്, ഉടലവരഗജന ഹടഗജനാധര. വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ, ആത്മമണ്ഡലത്തിൽ പ്രവർത്തിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവാത്മാവെന്ന പകലിൽ ഈ ശുശ്രൂഷയിൽ നമ്മോട് അരുളി ചെയ്യുന്നു, നിന്നെ ഇത്രയും ഒരുക്കിക്കൊണ്ടുവന്നത്, നിന്നെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചത്, നിന്നെ കർത്താവ് ഫറവോന്റെ കയ്യിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത് ഇവിടെ വെച്ച് ശത്രുവിന്റെ ആശ നടക്കാനല്ലെന്ന് നിങ്ങളിൽ ആരോടോ പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നു. ഇവിടെ വെച്ച് നീ തട്ടിക്കളയണം പിശാചിന്റെ ആശയെ. ഞാൻ ഇവിടെ വരെ വന്നത് ദുഷ്ടന്റെ ആശ നടക്കാനല്ല. എന്നിൽ നിന്റെ ആശ നടക്കില്ല, എന്റെ തലമുറയിലും നടക്കില്ല. യെസ്, ജയം 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 ജയം. നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ചുരുക്കി പറയട്ടെ, നമ്മൾ വായിച്ച 8-ാമത്തെ വാക്യത്തിനകത്ത് മോശെ ആത്മാവിൽ പറയുകയാണ്, ആത്മാവിന്റെ നിറവിൽ. അവിടെ ഒരു പാട്ടാണ് എഴുതിയിരിക്കുന്നത്. മോശ 15-ാം അധ്യായത്തിൽ ചെങ്കടൽ കയറി കഴിഞ്ഞപ്പോൾ മോശ പാടിയ പാട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് 15-ാം അധ്യായം തുടങ്ങുന്നത്. ആ പാട്ട് നേരത്തെ പ്ലാൻ ചെയ്ത് എഴുതിക്കൊണ്ട് വന്നതല്ല. ഞാൻ ഈ ദൂത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇന്ന് നമ്മൾ പാടിയ എല്ലാ പാട്ടുകളും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരോ എഴുതിയ പാട്ട്, നമ്മൾ നേരത്തെ പ്രിന്റ് ചെയ്ത് വെച്ചിരുന്ന പാട്ട്. സ്തോത്രം. ഒരുപക്ഷെ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഇന്നത്തെ സഭാഗത്തിൽ ഈ പാട്ടുകളാ പാടേണ്ടതെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന പാട്ട്. ആ പാട്ടുകളാ ഇന്ന് നമ്മൾ പാടിയത്. പക്ഷെ മോശ ചെങ്കടൽ കയറിയപ്പോൾ മോശയുടെ കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടല്ല വന്നത്. അത് കയറിയപ്പോൾ ആ സമയത്തുണ്ടായ പാട്ടാ. അത് എഴുതി വെച്ച പാട്ടല്ലത്. ആ പാട്ടിൻ്റെ വരികളൊക്കെ അവിടെ വെളിപ്പെട്ടതാണ്. ആ വെളിപ്പെട്ട വരികൾ പാട്ടായിട്ട് വരികയാണ്. അത് അന്നേരം ദൈവം വെളിപ്പെടുത്തുകയാണ്. ദൈവം വെളിപ്പെടുത്തി വരുമ്പോൾ മോശ 8-ാമത്തെ വാക്യത്തിൽ പറയുക, നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളമെല്ലാം കൂടി കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചറവാലെ നിന്നു. ചെങ്കടൽ വിടുന്ന സംഭവം ഈ പറയുന്നേ, അല്ലാതെ ഉൽപ്പത്തി 1 ഭൂമി പൊങ്ങി വന്ന കാര്യമല്ല. 14-ാം അധ്യായത്തിനകത്ത് പറഞ്ഞു, വടി നീട്ടിയപ്പോൾ കിഴക്കൻ കാറ്റാ വന്നേന്ന്. പക്ഷെ 15-ാം അധ്യായത്തിൽ പറയുന്നു കിഴക്കൻ കാറ്റിനെയോ വടിയെയോ ഇവിടെ പറയുന്നില്ല. ഇവിടെ പറയുന്നു എൻ്റെ ദൈവത്തിലെ മൂക്കിലെ ശ്വാസമാണ് വെള്ളത്തെ തള്ളി ഒരു ഭാഗത്തേക്ക് മാറ്റിയത്. ഹല്ലേലൂയ, സ്തോത്രം. വെള്ളത്തെ തള്ളി മാറ്റിയത്. നിങ്ങൾ വീട്ടിൽ പോയിട്ടൊരു കൊച്ചു പ്ലേറ്റിനകത്ത് ഇച്ചിരി വെള്ളം എടുത്തിട്ട് പിള്ളേരാണെങ്കിലും ചെയ്തു നോക്കണം. ഒരു ചെറിയ പ്ലേറ്റിനകത്തേ ഒരു 2 ലിറ്റർ വെള്ളം ഒഴിക്കരുത്, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിലേക്ക് ഊതുമ്പോൾ വെള്ളം ഒരു ഭാഗത്തേക്ക് തള്ളി മാറും. കണ്ടിട്ടുണ്ടോ? പ്ലേറ്റിൻ്റെ അടി തെളിയും. നമ്മൾ ഊതിയാൽ അര ഗ്ലാസ് വെള്ളമേ നീങ്ങുള്ളൂ. പക്ഷെ ദൈവം ഊതിയാൽ ഒരു കടലിലെ വെള്ളം നീങ്ങും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ മുമ്പിലെ സമുദ്രം പോലെ കിടക്കുന്ന വിഷയമൊക്കെ ദൈവത്തിനൊരു ഊത്തിനേ ഉള്ളൂ.
നമ്മൾ ഇന്ന് തല പൊട്ടി പ്രഷറും കയറി ഗുളികയും കഴിച്ച് സ്തോത്രം നാളെ നേരം എടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഓർത്ത് വഴിയില്ലാതിരിക്കുന്ന വിഷയങ്ങൾ നീ ഒറ്റയ്ക്കാന്ന് ഓർക്കരുത്. നിനക്കൊരു ദൈവം ഉണ്ടെന്ന് ഓർക്കണം. യേശുവിന്റെ നാമത്തിൽ വിഷയങ്ങളോട് പറയണം, എന്റെ ദൈവത്തിനൊരു ഊത്തിനേ ഉള്ളൂ. നീ എന്റെ കർത്താവ് ഊതിയാൽ തെളിയാനുള്ള വഴിയേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം ചില വഴികൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ മൂക്കിലെ ശ്വാസത്താൽ സ്വർഗം തെളിക്കട്ടെ. വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവോടെ ആത്മശക്തിയോടെ കൃപയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് തന്നെയല്ല ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവത്തിന്റെ ശ്വാസത്താൽ സംഭവിക്കുന്ന എന്തോ വൻപൻ വിടുതലുകളെ കുറിച്ച് മാലയിൽ കോർക്കാൻ പാകത്തിന് മുത്തുമണികൾ പോലെ വേദപുസ്തകത്തിലെ വാക്യങ്ങളുണ്ടെന്നറിയാമോ? ദൈവം തന്റെ ശ്വാസത്താൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നേ? ഒരു വാക്യം കൂടി വേണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ പ്രസംഗം ഞാൻ സ്വത്രം വാക്യം കിടക്കുകയാണെങ്കിലും ആ റോളിൽ ശരിക്കും ദൈവം ഇട്ടിരിക്കുന്ന കുറേ വെളിപ്പാടുകൾ പറയാൻ വേണ്ടി. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണോ നോക്കി അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്. 2 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിനകത്ത് ദൈവത്തിൻ്റെ ശ്വാസത്താൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, ആ ധൈര്യം നമ്മുടെ അകത്ത് വരാൻ വേണ്ടി പറയാം. ഒന്ന് വായിച്ചേ. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയോടെ പ്രഭാവത്താൽ നശിപ്പിക്കും. 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്? അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. പക്ഷെ തടുക്കുന്നവനുള്ളത് കൊണ്ട് അധർമ്മത്തിന്റെ വ്യാപാരത്തിന് അതുപോലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പൈശാചികവും സാത്താന്യമായിരിക്കുന്ന കാര്യങ്ങളെയാണ് അധർമ്മത്തിന്റെ മർമ്മം എന്ന പേരിൽ അവിടെ അറിയുന്നത്. അതിപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വ്യാപരിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യാപരിക്കുന്നതിന് തക്കവണ്ണം നമുക്ക് എഫക്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം നമുക്കും വിഷയത്തിന് ഇടയിൽ തടുക്കുന്നവനുണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഈ ലോകത്തിൽ ദൈവമക്കൾ ഉള്ളത് കൊണ്ടും ലോകത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉള്ളത് കൊണ്ടും പിശാച് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ഇവിടെ നടക്കുന്നില്ല. ചില കാര്യങ്ങളൊക്കെ നടക്കും. പൗലോസ് ഒരിക്കൽ കപ്പൽ യാത്രയിൽ പറഞ്ഞു, സ്തോത്രം, എന്താണെങ്കിലും നാം റോമിലെത്തും, പക്ഷെ നാം ഒരു ദ്വീപിൽ മുട്ടി വീഴേണ്ടതാണ്. അയച്ചിട്ടുണ്ട് അപ്പോസ്തല പ്രവൃത്തിയില. എന്നർത്ഥം എന്താ? ഈ യാത്രയ്ക്കകത്തൊരു തട്ടുമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ യാത്ര റോമിലെത്തും. സ്തോത്രം. എന്നാ പിന്നെ അത്ര എഴുതിയ സ്ഥിതിക്ക് ഇങ്ങനെയാണെന്നല്ല, ഇത്രയും ചെയ്ത സ്ഥിതിക്ക് തട്ടുമുട്ടില്ല, അതങ്ങ് എത്തിക്കൂടെ? ജീവിതമാണോ? ചിലപ്പോഴൊക്കെ ചില പാറയിൽ മുട്ടി വീഴും. പക്ഷെ അങ്ങനെ വീണത് കൊണ്ട് യാത്ര തീരില്ല. നിന്നെ അവിടെ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും. ആ കപ്പല് പൊളിഞ്ഞാൽ അടുത്ത കപ്പലെ നിന്നെ കയറ്റും. കാരണം ദൈവം പറഞ്ഞിരിക്കുക നീ റോമിലെത്തൂന്ന്. അതുകൊണ്ട് തട്ടിയോ മുട്ടിയോ വീണോ, പരീക്ഷയ്ക്ക് 5 മാർക്ക് കുറഞ്ഞോ, ഒരു പ്രാവശ്യം പനി പിടിച്ച് പരീക്ഷ എഴുതാൻ പറ്റാതെ പോയോ, ഇതൊന്നും റോമിലെത്താൻ തടസ്സമല്ല. തട്ടും മുട്ടും ഒക്കെ ഉണ്ടാകും, പക്ഷെ തട്ടും മുട്ടും അല്ല വിഷയം, അങ്ങ് റോമിലെത്തിയിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പിശാച് അധർമ്മത്തിന്റെ മൂർത്തി പലതും ചെയ്യാൻ പ്ലാൻ ചെയ്ത് അജണ്ടകൾ തയ്യാറാക്കി നിന്റെ വീട്ടിൽ ഇറക്കുമതി ചെയ്യാൻ, നിന്റെ കുടുംബത്തിൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും. പക്ഷേ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കുകയല്ല. ചിലപ്പോൾ ഒരു ചെറിയ പോറലുണ്ടായേക്കാം. സ്തോത്രം. ചെറിയ ചെറിയ കാര്യങ്ങൾ പാറയെ തട്ടി വീടെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടായേക്കാം. മനസ്സിലായോ? സ്തോത്രം. ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കി തരാം. ഉദാഹരണമാണ്, പോകുന്ന വഴിക്ക് സ്തോത്രം വണ്ടി തലയും കുത്തി വലിയൊരു 100 അടി താഴ്ചത്തേക്ക് മറഞ്ഞാനാണ് അധർമ്മമൂർത്തി പ്ലാൻ ചെയ്തത്. പക്ഷെ തടുക്കുന്നവനുള്ളത് കൊണ്ടൊരു കുറ്റി തട്ടി ടയർ പഞ്ചറായി എന്നുള്ളത് ശരിയാണ്, കുഴി പോയില്ല. മനസ്സിലായോ? പലതും സംഭവിച്ചത് അതാണ്. ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേക്കാതിരിക്കാനാ പ്ലാൻ ചെയ്തത്. പക്ഷെ ആ ആശ നടന്നില്ല, കാരണം തടുക്കുന്നവനുണ്ടായിരുന്നു.
ഇന്ന് പകലിൽ സഭയ്ക്കകത്ത് ഇത് പറയുമ്പോൾ കണ്ണടച്ചിരുട്ടാക്കിയല്ല, ഉട്ടോപ്യൻ പറയല്ല. നിന്നെ ഒതുക്കാൻ, നിന്റെ കുടുംബത്തെ ഒതുക്കാൻ, അപമാനമാക്കാൻ, വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പിശാച് ഉരുട്ടിക്കൊണ്ടുവന്ന് പല തടങ്ങൾ പാറകളും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാച് പ്ലാൻ ചെയ്തത്, നീ ഒരിക്കലും എഴുന്നേക്കരുത്, നീ ഒരിക്കലും ഇനി ഒരു സാക്ഷി, നിന്റെ ദൈവം കഴിവില്ലാത്തവനാന്ന് പറയിപ്പിക്കണം. നീ കരഞ്ഞിട്ട് ഗുണമില്ലാതെ പോയി, നിന്റെ സഭ പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ലാതെ പോയി എന്ന് പറയിപ്പിക്കാനാണ് സാത്താൻ പദ്ധതി ഇട്ടത്. പക്ഷെ അവന്റെ പദ്ധതി നടന്നില്ല. 3-4 ദിവസം നമ്മൾ ടെൻഷൻ അടിക്കേണ്ട വന്നു. അല്ലെങ്കിൽ ചില ദിവസങ്ങൾ നമ്മൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാതെയായി. മോശയുടെ കാര്യം പറഞ്ഞതുപോലെ പുരുഷത്വമുള്ള മോശ സ്തോത്രം നെഞ്ചുരുകി കരയേണ്ട വന്നത് ശരിയാണ്. പക്ഷെ കടൽക്കര തീർന്നില്ല, അക്കര കയറി. ഇന്ന് പകലിൽ ഞാൻ പറയുന്നത് ദൈവത്തിന്റെ ദൂതാണ്, കർത്താവിന്റെ വെളിപ്പാടാണ്. സ്വർഗം പറയുന്നു, അവന്റെ ആശ നടന്നില്ല, നിന്റെ വീട്ടിൽ നടന്നില്ല, നിന്റെ തലമുറയിൽ നടന്നില്ല, നിന്റെ ജീവിതത്തിൽ നടന്നില്ല. അതോർത്ത് ദൈവത്തെ എങ്ങനെ സ്തുതിക്കാമോ, എങ്ങനെ മഹത്വപ്പെടുത്താമോ, അതുപോലെ ദൈവത്തിന് യേശുവേ, യേശുവേ, രാജാവേ, നന്ദി, നന്ദി, നന്ദി യേശുവേ. ഹല്ലേലൂയ. റുകബാന ബൗഡബാന ഹന്ദരാദര റബല ജഗല രഗദ രഗദ ലൗഷാര മസരിയ. യെസ്. പരിശുദ്ധനേ, നന്ദിയോടെ, നന്ദിയോടെ, നന്ദിയോടെ. കൃപാരബാരബാരബ ശന്ദരേ ശുഖാനാദ ധാര ജാല ഭൗഡ ഭാര താരിക രഗന ധരയ തല ഭൗഷ രഗന ധാര പപ്പ സ്വർഗീയ നാദ. നന്ദിയോടെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹതുര ബശതരദ നിഗദര ഷൈഡജന ഹഡഗജന ചസി. ഹല്ലേലൂയ. സഭയെ നാണം കെടുത്താനായിരുന്നു സാത്താന്റെ പ്ലാൻ. വിശ്വാസികളെ സ്തോത്രം ഹല്ലേലൂയ അവിശ്വസിപ്പിക്കാനായിരുന്നു പിശാചിന്റെ പ്ലാൻ. നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങളോട് എതിർ ചോദ്യം ചോദിപ്പിക്കാനായിരുന്നു പിശാച് പ്ലാൻ ചെയ്തത്. പക്ഷെ ദൈവം എന്നോട് പറയുന്നു, ആ അജണ്ട ദൈവം കീറിക്കളഞ്ഞു. ഇനി അത് നടക്കുകയില്ലെന്ന് പറയാൻ ദൈവാത്മാവ് ഇതിനകത്ത് ആലോചന പറയുകയാണ്. ഇനി അത് നടക്കുകയില്ല, നടക്കുകയില്ല. അധർമ്മത്തിന്റെ വ്യാപാരം ഉണ്ടായി, അധർമ്മത്തിന്റെ വ്യാപാരം ഉണ്ടായി. പക്ഷെ വ്യാപരിച്ചതിന് തക്കവണ്ണം ഒന്നും ഏറ്റില്ല. സ്തോത്രം. ജീവിതമായതുകൊണ്ട്, ലോകം സാത്താന്റെ അധീനതയിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇച്ചിരി ടെൻഷനും പ്രയാസവും ഒക്കെ ഉണ്ടായേക്കാം. അതിനെയൊക്കെ തരണം ചെയ്ത് വീണ്ടും നമ്മളെ ദൈവം എഴുന്നേൽപ്പിക്കും. അതല്ല പറയാൻ വന്നത്. എട്ടാമത്തെ വാക്യമാണ് സ്തോത്രം തെസ്സലോനിക്കയിൽ. അവിടെ പറയുന്നത് ഇതാണ്: ഇപ്പൊ അധർമ്മത്തിന്റെ വ്യാപാരമേ ഉള്ളൂ. കുറേയും കൂടി കഴിയുമ്പോൾ, കർത്താവ് വന്ന് തൻ്റെ സഭയെ ചേർത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ, സാക്ഷാൽ അധർമ്മത്തിന്റെ മൂർത്തി വെളിപ്പെട്ടു വരും. സാക്ഷാൽ സാത്താനാണ്, പിശാചാണ്. ആളത്വത്തിൽ സാത്താൻ വെളിപ്പെട്ടു വരും. അങ്ങനെ സാത്താൻ ആളത്വത്തിൽ വെളിപ്പെട്ടു വരുമ്പോൾ യേശു ക്രിസ്തു അവനെ ഒടുക്കി കളയുന്നതാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. എങ്ങനെ ഒടുക്കി കളയുന്നത്? സ്തോത്രം. അയൽ രാജ്യത്തെ സൈന്യത്തെയും കൂടി വിളിച്ച് കുറെ ആയുധങ്ങൾ കടം മേടിച്ച് അങ്ങനെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യുദ്ധം നടത്തിയല്ല. അധർമ്മത്തിന്റെ മൂർത്തിയെ യേശു ഒടുക്കുന്നത് തൻ്റെ വായിലെ ശ്വാസത്താൽ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ സാത്താനെ അത്രേ കാണാവൂ. കാരണം നാം ദൈവത്തിന്റെ മക്കളാണ്. പിശാചിനെ കണ്ടാ പറയണം, എൻ്റെ കർത്താവിന് ഒരു ഊത്തിനില്ല നീ. സ്തോത്രം. കാരണം വേദപുസ്തകത്തിൽ വെളിപ്പാടുള്ളവൻ എഴുതി വെച്ചിരിക്കുന്നു,
അന്ത്യകാലത്ത് അധർമ്മമൂർത്തി വെളിപ്പെടുമ്പോൾ എൻ്റെ കർത്താവ് എല്ലാവരോടും പറഞ്ഞു. പണ്ട് സ്തോത്രം കർത്താവ് ഗെത്സമന തോട്ടത്തിലായിരുന്ന സമയത്ത് പത്രോസ് വാളൂരി വെട്ടാൻ നോക്കി പറഞ്ഞു, വാളുറയിലട് എന്ന് പറഞ്ഞതുപോലെ യേശുക്രിസ്തു അധർമ്മമൂർത്തിക്കെതിരെ ആരൊക്കെ എഴുന്നേറ്റും നിങ്ങൾ അടങ്ങിയിരിക്കുക, അവൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യട്ടെ. ഇപ്പം നിങ്ങളോട് അത് തന്നെ പറയുന്നത്, അവൻ ചെയ്യുന്നതൊക്കെ ചെയ്യട്ടെ, മോൻ അടങ്ങിയിരിക്കുക. അവസാനം എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. സ്തോത്രം. നീ പേടിക്കരുത്, നീ ഇളകരുത്. അവസാനം കർത്താവ് ഒരു ഊതൂതും. ആ ഊത്തിനകത്ത് അധർമ്മമൂർത്തി ഒടുങ്ങും. ഇന്ന് പകലിൽ കർത്താവ് ഈ വാക്ക് ഇവിടെ എടുത്തു പറയുമ്പോൾ വേറൊരു വാക്യമാണ് പ്രസംഗിക്കാൻ വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ ഇവിടെ കർത്തൃദാസൻ 10-ാം അധ്യായം എടുത്തു വെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, ആത്മീക ജീവിതത്തിന് രഹസ്യമണ്ഡലങ്ങളുണ്ട്. പുറമേ കാണുന്ന പല വിഷയത്തിനപ്പുറത്ത് നീ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ദൈവദാസൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ വീട്ടിൽ പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ, അതിന്റെ പുറകിൽ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് ദൈവാത്മാവ് പറയാൻ പറഞ്ഞത് ഞാനൊരു ദൂതായി പറയുകയാണ്. പരിശുദ്ധനെ, ആമേൻ, 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 ആമേൻ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ ചിലരിരുന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ അറിയാത്തിടത്ത് എന്തോ സംഭവിക്കും. മോശ വടി നീട്ടിയത് എല്ലാവരും കണ്ടു. കിഴക്കൻ കാറ്റാന്ന എല്ലാവരും വിചാരിച്ചത്. പക്ഷെ മോശ ആത്മാവിലായപ്പോൾ പറയുകയാണ്, ദൈവത്തിൻ്റെ വായിലെ ശ്വാസമാണ് തൻ്റെ ജനത്തിന് വഴി തുറക്കാൻ വേണ്ടി ഊതിയത്. സ്തോത്രം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉള്ളിൽ ഗ്രഹിക്കണം. എപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാലും, എപ്പോൾ ഒരു സഭയിൽ പ്രാർത്ഥനയ്ക്കിരുന്നാലും, നിങ്ങളൊരു ആത്മീക കാര്യത്തിൽ ഇൻവോൾവ് ആകുമ്പോൾ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ദൈവം അതിൻ്റെ പുറകിൽ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ ചെയ്യും. സ്തോത്രം. 2 ദിവസമോ 1 ദിവസമോ ദൈവാത്മ പ്രേരണയിൽ ഒരു ഉപവാസം ഇരിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കാതെ പ്രാർത്ഥിച്ചിരിക്കുന്നേ ഉള്ളൂ. അത് ചിലപ്പോൾ പിള്ളേർ കാണും, വീട്ടിലുള്ളവർ കാണും. പക്ഷെ അവർ കാണാത്ത ചിലത് ദൈവം ചെയ്യും. ആത്മീകത്തിൻ്റെ മാത്രം പ്രത്യേകതയാണത്. നമ്മുടെ യോഗത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഈ പറഞ്ഞത് ഈ പകലിലെ യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ, രാത്രി വീട്ടിലേക്ക് വിളിക്കുമ്പോൾ, സ്വർഗം ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് വാർത്ത കിട്ടട്ടെ. ദൈവം ചെയ്യട്ടെ. അത്രയ്ക്ക് വിശ്വസിക്ക്, അതിര് കടന്ന് വിശ്വസിക്ക്. ദൈവത്തിന് കഴിയും. മനസ്സ് തുറക്ക്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം യേശുവേ. ഹല്ലേലൂയ. Thank you Jesus. Thank you Jesus. Hallelujah.